അവൻ്റെ തലച്ചോറിൻ്റെ ഇടതും വലതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം എന്ന് പറഞ്ഞൊരു ടണലുണ്ട്. ആ ടണൽ ചുരുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് പുരുഷന്മാർ ഒരു സമയത്ത് അവരുടെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഇതിലേതൊരു ഭാഗമായിരിക്കും സജീവമായിട്ട് പ്രവർത്തിക്കുക. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരുടെ ലെഫ്റ്റും റൈറ്റും ഒരേ സമയത്ത് പ്രവർത്തിക്കും തലച്ചോറിൻ്റെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് സാധാരണയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമതകളോ ഉണ്ടായാൽ, ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ, അവരെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അവർക്ക് കുറേ അങ്ങോട്ട് മറക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് സാധാരണയിൽ കാണാൻ കഴിയും, പല പ്രശ്നങ്ങളുള്ള കുടുംബനാഥന്മാർ എപ്പോഴും തിരക്കുള്ളവരായിരിക്കും. അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എപ്പോഴും ഇങ്ങനെ തിരക്കായിട്ടവർ നടക്കും. അതവർ മറക്കുന്ന ഒരു രീതിയാണ്. ഏതെങ്കിലും കാര്യത്തിൽ അവർ ഏർപ്പെടുമ്പോൾ അവർ തലച്ചോറിൻ്റെ ഒരു വശമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മറക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു, ഒരു വിനോദത്തിൽ ഏർപ്പെട്ടു, ഏതെങ്കിലും ക്ലബ്ബുകളിൽ പോയിരുന്നു, വേറെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോയിരുന്നു, അവർക്ക് ഒത്തിരി മറക്കാൻ കഴിയും. അതിന് പ്രശ്നങ്ങളുണ്ടായി 1-2 ദിവസത്തേക്ക് മാറി നിന്നു. അങ്ങനെയാണ് അവർ പ്രശ്നങ്ങളെ പലപ്പോഴും കൈകാര്യം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് മറക്കാൻ സാധിക്കുകയില്ല. അതിൽ ജോലിയിൽ ഏർപ്പെട്ടതുകൊണ്ട് അവർക്ക് മറക്കാൻ സാധിക്കുകയില്ല. അവർക്ക് പിന്നെ എങ്ങനെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക? അവർക്ക് എന്തെങ്കിലും വിഷമതയുണ്ടായിക്കഴിഞ്ഞാൽ അതാരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞാണ് അവരതിന് ശക്തി കുറച്ച് അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയോട് ഈ ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ അവളെ കേൾക്കാൻ സമയം അനുവദിച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രയാസങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാണ് അവരതിൻ്റെ മേൽ അതിനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പറയാനുള്ള വേദിയില്ലെങ്കിലോ അത് അവരുടെ ഉള്ളിലിരുന്ന് പുകഞ്ഞ് ഒന്നിലും അവർ രോഗിയായിത്തീരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം കുട്ടികളിലേക്ക്, അങ്ങനെ പല രീതിയിലേക്ക് അത് പായുന്നു. ചില പുരുഷന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ചോദിക്കുന്ന പണം കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തിൻ്റെ കുറവാണ് ഭാര്യയ്ക്കുള്ളത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്താലും അവളെ കേൾക്കാൻ നീ സമയം അനുവദിക്കുന്നില്ല എങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ കുടുംബം ഒരു നരകമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ബയോളജിക്കലായിട്ട് തന്നെ അവരുടെ തലച്ചോറ് അത് ആവശ്യപ്പെടുകയാണ്, അവളെ കേൾക്കുക എന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, പല പുരുഷന്മാർക്കും അറിയാം ഭാര്യയെ കേൾക്കേണ്ടതാണ് എന്ന്. എന്നാൽ പലപ്പോഴും പുരുഷന്മാർ അതിന് തയ്യാറാകാറില്ല. അതിൻ്റെ ഒരു കാരണം, ഭാര്യയെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബോറടി ഭൂമിയിലില്ല. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നതിന് പലപ്പോഴും കണക്ഷൻ ഉണ്ടാകുകയില്ല.
അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഭാര്യയെ കേൾക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. ഭാര്യ വീട്ടിലെ പൂച്ചയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ അവൾ പാകിസ്ഥാൻ പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പുരുഷന്മാർ അന്തം വിട്ട് നിൽക്കും. ഇവളെന്താ ഈ പറഞ്ഞു തുടങ്ങിയത്? ഇപ്പം പറയുന്നത് വേറൊന്നാണല്ലോ. ഇനി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുരുഷന്മാർ അവർ ശ്രദ്ധിക്കുന്നത് ഇവൾ പറയുന്നതിൻ്റെ ഈ കണക്ഷനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പുരുഷന് മനസ്സിലാകില്ല. കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ അവൻ പറയും, നീ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭർത്താവ് ഭാര്യയെ കേട്ടേ പറ്റൂ. കാരണം അങ്ങനെയാണ് അവളുടെ മനസ്സിലെ പ്രയാസങ്ങളും വിഷമതകളെയും അവൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഒരു കാര്യം പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഭാര്യ പറയുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കേട്ട് ഇതിന് ഇനി എന്ത് ഉത്തരം കൊടുക്കും എന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ തല പുകഞ്ഞ് ചില പുരുഷന്മാരൊക്കെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അറിഞ്ഞുകൊള്ളുക, ഭാര്യ പറയുന്ന എല്ലാ കാര്യത്തിനും നീ ഉത്തരം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അവളെ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഉത്തരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷെ അവളെ കേട്ടേ പറ്റുകയുള്ളൂ. ഒരു സ്ത്രീ അവളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ വാക്കുകളായി അവൾക്ക് തന്നെ കേൾക്കാൻ കഴിയുന്ന സ്വരത്തിൽ അവളിലേക്ക് കടന്നു വരുമ്പോൾ അവൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് അവൾ തന്നെ ഉത്തരം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഭർത്താവ് തലപുകഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവളെ പല പ്രാവശ്യം കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്തും. അവൾ പറയുന്ന കാര്യങ്ങൾ അവൾക്ക് തന്നെ കേൾക്കാൻ കഴിയുക, അതിലൂടെ തന്നെ അവൾ ഉത്തരം കണ്ടെത്താൻ അവൾക്ക് കഴിയും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ സാധാരണയിൽ മറക്കാറില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ വന്നപ്പോൾ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വിവാഹിതരായിട്ട് 20 വർഷമായി. കഴിഞ്ഞ ദിവസം എന്തോ നിസ്സാരമായ ഒരു വഴക്കുണ്ടായപ്പോൾ ഭാര്യ 19 വർഷം പഴക്കമുള്ളൊരു കാര്യം വിളിച്ചു പറഞ്ഞു കളഞ്ഞു. ഭർത്താവ് ഞെട്ടിപ്പോയി. ദൈവമേ, 19 വർഷമായി ഇത് ഇപ്പോഴും ഇവൾ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ. ഭാര്യയായിട്ടൊന്ന് വഴക്കുണ്ടാക്കി നോക്കുക. 10, 20, 30, 40 വർഷം പഴക്കമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം സ്ത്രീകൾ മറക്കാറില്ല. അവരെ അങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ട് അവളത് ക്ഷമിച്ചില്ലെന്നോ അവളുടെ ഉള്ളിൽ അതിന് പേരിൽ വൈരാഗ്യമുണ്ടോ എന്ന് പുരുഷൻ ചിന്തിക്കരുത്. ചിലപ്പോൾ രാവിലെ പഴയ ഒരു കാര്യം ഭാര്യ പറഞ്ഞെന്ന് വരും. പെട്ടെന്ന് പുരുഷൻ ചിന്തിക്കുന്നത് എന്താ? ദൈവമേ, ഇത് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണിത്. ഇന്ന് രാവിലെ ഇവൾ ഇതോടെ എടുത്തിട്ടിരിക്കുന്നത് മനഃപൂർവ്വം ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല.
ഇത് മനഃപൂർവ്വം ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് പുരുഷൻ ചിന്തിക്കുക. പക്ഷേ നമ്മൾ സ്ത്രീയുടെ ആ തലച്ചോറിൻ്റെ ആ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞെന്ന് വരും. അതുകൊണ്ട് അവളുടെ ഉള്ളിൽ വൈരാഗ്യം കിടപ്പുണ്ടെന്നോ അവളത് ക്ഷമിച്ചിട്ടില്ല എന്നോ അതിനർത്ഥമില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ചില കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നതും ഭിന്നതയുണ്ടാകുന്നതും മിണ്ടാതിരിക്കുന്നതിൻ്റെയൊക്കെ കാരണം ഇത്തരം കൊച്ചു കൊച്ചു ചില കാര്യങ്ങളിൽ അടിസ്ഥാനമിട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെയുമല്ല, കുടുംബത്തിൽ കുടുംബനാഥനോ കുടുംബനായികയോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. പല വഴക്കുകളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ഇപ്പോൾ ആ ഭർത്താവ് പറഞ്ഞ ആ കാര്യം അത് എനിക്കെതിരായിട്ടാണ്, എൻ്റെ വീട്ടിലുള്ളവർക്ക് എതിരായിട്ടാണ്, എൻ്റെ കുടുംബക്കാർക്ക് എതിരായിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും വ്യാഖ്യാനിക്കരുത്. ഒരു ഭാര്യയും ഭർത്താവും അവർ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നു. രണ്ടു പേർക്കും ഈ കുടുംബജീവിതം വിജയിപ്പിക്കാനായിട്ട് നല്ല ഉദ്ദേശമുണ്ട്, നല്ല ആഗ്രഹവുമുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും കൊച്ചു ബുദ്ധിയിലും അനുഭവത്തിലും അവർ സ്വീകരിക്കുന്ന മെത്തേഡ് ചിലപ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കാം. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഉദ്ദേശം നല്ലതാണ് എന്ന്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ വേദനയുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ദൈവത്തിൻ്റെ ഉദ്ദേശം നല്ലതാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങൾ ജീവിത പങ്കാളിയുടെ ഉദ്ദേശത്തെ ഒരിക്കലും സംശയിക്കരുത്. ദൈവം നമുക്ക് നൽകുന്ന കഷ്ടപ്പാടിലും ക്ലേശങ്ങളും എല്ലാം കയ്പുള്ളതും വേദനയുള്ളതുമൊക്കെയാണ്. പക്ഷേ ദൈവത്തിന് ഉന്നതമായ ഒരു സതുദ്ദേശമാണുള്ളത്. ജെറമ്യ 29:11 തിരുവചനം അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് നല്ല പദ്ധതിയാണ് നമ്മളെക്കുറിച്ചുള്ളത്. ഇതുപോലെ തന്നെ ഈ കുടുംബജീവിതം വിജയിപ്പിക്കുവാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന് ഉദ്ദേശം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് പിടിക്കാത്തതായിരിക്കാം, ചിലപ്പോൾ മുറിവുണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ മുറിവേൽപ്പിക്കുക എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉദ്ദേശം നല്ലതാണ്. ഈ ഉദ്ദേശത്തെ ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യരുത്. ഉദ്ദേശം നല്ലതാണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ. ഉദ്ദേശം പെശകാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ വളരെ വളരെ അകലത്തിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന്, സമാധാനപൂർവമായ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുത്ത് അതെനിക്കെതിരായിട്ടാണ്, എൻ്റെ വീട്ടുകാർക്കെതിരായിട്ടാണ്, അത് മനഃപൂർവ്വം എന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ്, എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിൽ അതിന് ബദലായിട്ടാണ്, അങ്ങനെയൊന്നും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കരുത്. പേഴ്സണലായിട്ട് എടുക്കുവാനും വ്യാഖ്യാനിക്കാനും സാത്താൻ നമ്മുടെ തലയ്ക്കകത്ത് കയറും. അങ്ങനെ പലരുടെയും കുടുംബജീവിതത്തെ അത് നശിപ്പിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു,
പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് അവരുടെ തലച്ചോറിൻ്റെ ഒരു വശമായിരിക്കും ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുക എന്നത്. അതിൻ്റെ പ്രത്യേകത സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, പുരുഷന്മാർ ഏതെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്തെങ്കിലും വന്ന് ഭാര്യ പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ മാറിപ്പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ രണ്ടാമത് അവർ പിന്നീട് അത് പരിശ്രമിച്ച് വീണ്ടും തലയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെ വന്നാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യമുണ്ടാകും. ഒരു പുരുഷനെ ഭ്രാന്തി പിടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് എന്തെങ്കിലും പറയുക. അങ്ങനെ പല സ്ത്രീകളും വീടുകളിൽ തല്ലുകൊള്ളാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പുരുഷൻ ഒരു എഴുത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ഗൗരവമായ ഒരു എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭാര്യ എന്നിട്ട് ചോദിക്കുകയാണ്, പിള്ളേരെ എപ്പോഴാണ് പള്ളി കൊണ്ടുപോകേണ്ടത്? പുള്ളി ഒന്നും മിണ്ടിയില്ല. പുള്ളി വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങളോടാണ് ചോദിച്ചത് എപ്പോഴാണ് പള്ളിയിൽ പോകേണ്ടതെന്ന്. അയാളെ പേന അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് 2 തെറി പറഞ്ഞു കൊടുത്തു. ഉടനെ സ്ത്രീ ചിന്തിക്കുന്നത്, ഇയാളെന്ത് മനുഷ്യനാ, എഴുതുന്ന കൈ കൊണ്ടല്ലോ, വാ കൊണ്ടങ്ങ് പറഞ്ഞാലെന്താ? അതൊരു പുരുഷനും കിട്ടിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സ്ത്രീകൾക്കത് സാധ്യമാണ്. അവർ എഴുതുന്ന സമയത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. കാരണം അവരുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റും റൈറ്റും അങ്ങനെയാണ്, ഓപ്പണാണ്. എന്നാൽ പുരുഷൻ അങ്ങനെയല്ല, അവൻ്റെ തലയിൽ നിന്ന് ആ കണക്ഷൻ വിട്ടുപോകും. ഇപ്പം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരാൾ ജോലിക്ക് പോയി, അവിടെ വെച്ചൊരു ചെറിയൊരു പ്രശ്നമുണ്ടായി, പുരുഷൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. കയറി വരുമ്പോൾ തന്നെ സ്ത്രീക്ക് പുരുഷൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇന്നത്തെ കുഴപ്പമുണ്ടെന്ന്. അത് സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. പുരുഷന്മാരുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. അത് മാതൃത്വത്തിന് ദൈവം കൊടുത്തിരുന്ന കഴിവാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിലെ ഭാവവ്യത്യാസങ്ങൾ കാണുമ്പോൾ അത് തിരിച്ചറിഞ്ഞവരെ സഹായിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭർത്താവിനും ഭാര്യയിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. അവർ പെട്ടെന്ന് ഒറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഭാര്യ മുഖഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കും, നിങ്ങൾക്കെന്ത് പറ്റി, നിങ്ങൾക്കെന്ത് പറ്റി, നിങ്ങൾക്കെന്ത് പറ്റി എന്ന്. അയാളാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകൾ ഇങ്ങനെയാണ് വിചാരിക്കുക, എന്തായിരിക്കും ചോദിച്ചിട്ട് ഇയാൾ പറയുന്നുമില്ല, ഇയാൾക്കെന്തോ പ്രശ്നമുണ്ടല്ലോ. പെട്ടെന്ന് അവർ ചിന്തിക്കും, ഇയാൾ ഇന്നലെയാണ് അമ്മയെ കാണാൻ വേണ്ടി പോയത്, ഇയാൾ എപ്പോൾ ഇയാളെ വീട്ടിൽ പോയിട്ട് വന്നോ അപ്പോഴല്ല ഇയാളുടെ മുഖം ഇങ്ങനെയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എനിക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭർത്താവിന് മുഖത്ത് നോക്കിയാൽ പ്രയാസമുണ്ട് എന്നുള്ള കാര്യം സ്ത്രീ മനസ്സിലാക്കി, അത് ശരിയാണ്. പക്ഷേ ആ പ്രയാസത്തെക്കുറിച്ച് ഭാര്യ എടുത്ത തീരുമാനം അത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു മുമ്പ് ഈ പ്രയാസം എന്താണെന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഒരു സ്ത്രീ ശ്രമിച്ചാൽ അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. എന്നാൽ നേരെ മറിച്ച് കുറച്ച് കഴിയുമ്പോൾ അയാൾ ആ ചിന്തയൊക്കെ ഒന്ന് പൂർത്തിയാക്കി ഒന്ന് ശാന്തമാകും. ഈ ശാന്തമായി തീർന്നു കഴിഞ്ഞാൽ സാധാരണ ഏത് പുരുഷനാണെങ്കിലും ഗൗരവമുള്ള കാര്യമാണെങ്കിലും ഭാര്യയോടത് തുറന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിന് മുമ്പ് പറയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പുരുഷൻ്റെ ഈഗോയെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴല്ല സ്ത്രീകൾ സാധാരണ ചിന്തിക്കുന്നത്, ഇത് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, എനിക്കെതിരായിട്ടാണ്. എപ്പോഴും ഇങ്ങനൊരു നിലപാടാണ് മിക്ക സ്ത്രീകളും എടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഒരു പുരുഷന് നല്ല ജോലിയുണ്ട്, അയാൾക്ക് ശമ്പളമുണ്ട്,
ജോലി സ്ഥലത്ത് അംഗീകാരമുണ്ട്. ഇത്രയൊക്കെ ആയാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുമാതിരി സംതൃപ്തനാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നല്ലൊരു ജോലിയുണ്ട്, പണമുണ്ട്, അംഗീകാരമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭാര്യ സംതൃപ്തിയല്ല. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമായ ഭർത്താവിനോടുള്ള ബന്ധം, അവളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധം, ഈ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടായാൽ അവൾ ഒരിക്കലും സംതൃപ്തിയല്ല. കാരണം സ്ത്രീ പ്രാധാന്യം കൊടുക്കുന്നത് ബന്ധത്തിനാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ എന്തെങ്കിലും ഇച്ചിരി പ്രശ്നമുണ്ടായാൽ അത് അവളെ വളരെയധികം ബാധിക്കും. അവരെപ്പോഴും ചിന്തിക്കുന്നതും എല്ലാം ബന്ധങ്ങളെ കേന്ദ്രമാക്കിയാണ് ചിന്തിക്കുന്നത്. ഒരു പുരുഷൻ ചിന്തിക്കുന്നത് ഒരു സ്ത്രീ ചിന്തിക്കുന്നത് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഭാര്യയ്ക്കും തലയുണ്ട്, ഭർത്താവിനും തലയുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ഒരു സ്ത്രീ ചിന്തിക്കുന്നതും ഒരു പുരുഷൻ ചിന്തിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പല കുടുംബങ്ങളിലും ഐക്യമുണ്ടാകുകയുള്ളൂ. ചില പുരുഷന്മാർ ഇങ്ങനെ വിചാരിക്കും, ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഇവളെന്താ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്തത് എന്ന്. നീ അങ്ങനെ പറയരുത്. നീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ നിൻ്റെ ഭാര്യയെ പ്രേരിപ്പിച്ചാൽ, ഒരാണ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ അവളെ പ്രേരിപ്പിച്ചാൽ, നീ അവളെ ആണാക്കാൻ ശ്രമിക്കുകയാണ്. നിൻ്റെ ഭാര്യ ഒരാണായതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം? ഒരു സ്ത്രീ വിചാരിക്കുകയാണ്, ഇത്രയെല്ലാം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ഭർത്താവ് ചിന്തിക്കാത്തത്? ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഇയാൾക്കെന്താ മനസ്സിലാകാത്തത്? നീ അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നിൻ്റെ ഭർത്താവിനെ ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ നീ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിൻ്റെ ഭർത്താവ് ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നീ അയാളെ ഒരു പെണ്ണാക്കാൻ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിനക്കെന്താണ് ഗുണം? നിൻ്റെ ഭർത്താവ് ഒരു പെണ്ണായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, പുരുഷൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കട്ടെ, സ്ത്രീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കട്ടെ. പക്ഷേ ഈ രണ്ട് ചിന്തകളെയും ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ രണ്ട് ചിന്തകൾ കേൾക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയാ പരസ്പരം വളരെ വ്യത്യാസമുള്ളതായിരിക്കാം. പക്ഷേ ഈ രണ്ട് ചിന്തകളെയും ചേർത്ത് വെച്ച് കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതായ ഒരു വഴി ദൈവാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.